ചേട്ടാ നമസ്കാരം. നമസ്കാരം. ഇന്ത്യ ആദ്യമായിട്ട് ഇന്ത്യയുമായിട്ടാണ് ആദ്യമായിട്ട് ഉഭയകക്ഷി ചർച്ച അമേരിക്ക നടത്തിയത് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്യുന്നത്. ആ വിഷയത്തിൽ ബംഗ്ലാദേശിന്റെ വിഷയവും ഉൾപ്പെട്ടു എന്ന് നമ്മുടെ ഫോറിൻ മിനിസ്റ്റർ ജയശങ്കർ പറയുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസം വന്നൊരു റിപ്പോർട്ട് അനുസരിച്ച് ചേട്ടാ, അമേരിക്കയിൽ താമസിക്കുന്ന യൂനിസിന്റെ മകൾ മോണിക്ക യൂനിസിനെ പൂട്ടാനുള്ള ഒരു നടപടി ട്രംപ് തുടങ്ങിയതായാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് മുഹമ്മദ് യൂനിസിന്റെ മകളാണ്, മകളെ തൊട്ടാൽ മുഹമ്മദ് യൂനിസിന് വേദനിക്കും എന്നാണ് ട്രംപ് കരുതുന്നത്. പക്ഷെ ആ മകളെ തൊടാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ വളരെ ജെന്യൂൻ ആണ് എന്നുള്ളതും. 2016 ഈ ട്രംപിന്റെ വിമർശകയായിരുന്നു ഹിലറി ക്ലിന്റൺ. ഈ ഹിലറി ക്ലിന്റണും ട്രംപും കൂടെയാണ് മത്സരത്തിന് നിന്നത്. അപ്പോഴാണ് ട്രംപ് അപ്രതീക്ഷിതമായിട്ട് ജയിച്ചത്. സകല സർവേ ഫലങ്ങളും ഹിലറി ക്ലിന്റന് അനുകൂലമായിരുന്നപ്പോഴാണ് ട്രംപ് ജയിച്ചു പോയത് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആ ട്രംപ് ജയിച്ചപ്പോ ഈ യൂനിസ് പറഞ്ഞത് അമേരിക്കയുടെ ഗ്രഹണം ബാധിച്ചു, ഗ്രഹണം തുടങ്ങി അമേരിക്ക എന്നൊക്കെയാണ് പറഞ്ഞത്. കാലങ്ങൾക്കിപ്പുറം ബംഗ്ലാദേശിന്റെ ഭരണാധികാരിയായിട്ട് താൻ വരുമെന്നൊന്നും ചിലപ്പോ യൂനിസ് ആ സമയത്ത് സ്വപ്നം പോലും കണ്ടു കാണില്ല. പക്ഷെ ഇപ്പുറത്ത് യൂനിസും അപ്പുറത്ത് ഡൊണാൾഡ് ട്രംപുമാണ് ഇരിക്കുന്നത് അമേരിക്കയിൽ. അപ്പൊ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ യൂനിസ് ഈ ഹിലരി ക്ലിന്റൺ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞൊരു ഫൗണ്ടേഷൻ ഉണ്ട് ഹിലരി ക്ലിന്റൺ. അവർക്ക് $3 ലക്ഷം, അതായത് ഏകദേശം 2.5 കോടി രൂപ സംഭാവന നൽകിയിട്ടുണ്ട്. ഈ പണം ഇവിടെ നിന്ന് വന്നു. രണ്ടാമത്തെ കാര്യം, ഈ മോണിക്ക യൂനിസ് എന്ന് പറയുന്ന ട്രംപിന്റെ മകൾക്ക് ജോ ബൈഡൻ ഭരണകൂടത്തിൽ വ്യക്തമായിട്ടുള്ള സ്വാധീനമുണ്ട്. ഈ സ്വാധീനം വന്നതിന് ശേഷം അവർ US മൈഗ്രേറ്റ് ചെയ്ത് അവിടെ താമസിക്കുകയാണ്. മിക്കവാറും US നിന്ന് നാട് കടത്താനുള്ള ഒരു സാഹചര്യം വരെ കാണുന്നുണ്ട്. കാരണം ഡൊണാൾഡ് ട്രംപ് വളരെ അസ്വസ്ഥനാണ് മോണിക്ക യൂനിസ് അമേരിക്കയിൽ താമസിക്കുന്നതിൽ എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം, അതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അതായത് അച്ഛനും മകൾക്കും ഈ ഹിലരി ക്ലിന്റൺ ഫൗണ്ടേഷനും അതിനകത്തുള്ള രാഷ്ട്രീയ നേതാക്കളുമായി ബന്ധപ്പെട്ട് ധാരാളം അനധികൃതമായിട്ടുള്ള ലോണുകൾ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഡൊണാൾഡ് ട്രംപ് മോണിക്ക യൂനിസിനെ കൂട്ടുമോ എന്ന് തോന്നുന്നു? ഇത് സ്ട്രോങ് ആയിട്ട് തന്നെ കേസ് പോകും. അത് പറയാൻ കാരണം ഈ അന്തർദേശീയ മാധ്യമങ്ങൾ ഈ യൂനിസിന്റെ മകളുടെ കാര്യമല്ല പറയുന്നത്. ഈ ക്ലിന്റൺ ഫൗണ്ടേഷനെ കുറിച്ച് പറയുന്നത് ട്രംപ് അതിനെ പൂട്ടിക്കെട്ടും എന്ന് തന്നെയാണ്. അതിന് 2-3 കാരണങ്ങളുണ്ട്. കാരണം ഇനി തന്റെ എതിരാളികൾ അമേരിക്കയിൽ വളർന്നു വരുന്നതിനോട് ട്രംപിന് വലിയ താല്പര്യമില്ല. അതായത് ഹിലരി ക്ലിന്റൺ ഉൾപ്പെടെ ഉള്ളവരെ കൂട്ടുക. നമ്മുടെ രാജ്യത്തും അങ്ങനത്തെ രീതികളുണ്ട്, ജനാധിപത്യ രാജ്യങ്ങളെല്ലാം ഉള്ളതാണ്. ഭരണാധികാരികൾ കയറുമ്പോൾ എതിരാളികളെയൊക്കെ കൂട്ടും. നമ്മൾ ഇവിടെ പ്രതിപക്ഷമൊക്കെ പറയും ED ഇറക്കി പൂട്ടുന്നു, ഇല്ല മറ്റേ പൂട്ടുന്നു എന്ന് പറയുന്നു. അമേരിക്കയിൽ ഈ കളി ഇല്ലായിരുന്നു, പക്ഷെ ട്രംപ് ആ കളിക്ക് ഇറങ്ങി. ട്രംപ് ആയതുകൊണ്ട് പിന്നെ ആ കളിയിൽ മിടുക്കനുമാണ്. അദ്ദേഹത്തിന് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കുറച്ചുകൂടെ വ്യക്തമായി ചെയ്യാൻ കഴിയും. അപ്പൊ ഇതിനകത്ത് ഈ മോണിക്ക യൂനിസ് ഒരു വലിയ ലക്ഷ്യമല്ല, മോണിക്ക യൂനിസ് ലക്ഷ്യവുമല്ല. പകരം ഒരു വെടിക്ക് 2 പക്ഷി എന്നുള്ളതാണ്. കാരണം ഈ ക്ലിന്റൺ ഫൗണ്ടേഷൻ പൂട്ടിക്കുക എന്നുള്ളത് തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ ട്രംപ് പറഞ്ഞിരുന്നു. ഈ അമേരിക്കയെ വിറ്റുതൊലച്ചവർക്കും അമേരിക്ക രാജ്യവിരുദ്ധ ശക്തികൾക്ക് തമ്പടിക്കാൻ അവസരം കൊടുത്തവർ താൻ ഇല്ലാതാക്കും എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. ട്രംപിനെതിരെയും അനവധി കേസുകൾ ബൈഡൻ ഭരണകൂടം എടുത്തിട്ടുണ്ട്. ഒരുപാട് കേസുകൾ എടുത്തിട്ടുണ്ട്. ആ കേസുകളിലേക്ക് കുറെയൊക്കെ വിചാരണകൾ നടന്നു വരുന്നു. അത് സ്വാഭാവികമാണ്. പക്ഷെ ഇതിനകത്ത് ഈ അന്തർദേശീയ മാധ്യമങ്ങൾ പറയുന്നത് ഇപ്പോൾ ഈ ട്രംപ് നടത്തുന്ന നീക്കം ഹിലരി ക്ലിന്റനോ ഇല്ലെങ്കിൽ ക്ലിന്റന്റെ ആ ഒരു ശക്തമായ ഒരു നേതൃത്വമൊക്കെ, അതായത് തനിക്ക് എതിരാളികളായി ഭാവിയിൽ വരാൻ സാധ്യതയുള്ള രാഷ്ട്രീയക്കാരെ ഒന്നൊന്നായിട്ട് പുള്ളി തകർക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ നീക്കം നടന്നിരിക്കുന്നത്. ആ കൂട്ടത്തിൽ അതായത് ഒന്ന് ഈ ഹിലരി ക്ലിന്റനും അവരുടെ ഫൗണ്ടേഷനും തകർക്കുക, ആ കൂട്ടത്തിലാണ് മോണിക്ക യൂനിസ്. അതായത് ഈ ട്രംപ് ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ശത്രുക്കൾക്കെതിരെയാണ് അതായത് അദ്ദേഹം തോറ്റു കഴിഞ്ഞപ്പോഴും അല്ലാതെയൊക്കെ അദ്ദേഹത്തിന് പരസ്യമായി തന്നെ കുത്തിനോവിച്ചവർക്കൊക്കെയാണ് ഇപ്പൊ പണി കൊടുക്കുന്നത്. അതായത് ലോകാരോഗ്യ സംഘടന. രണ്ടാമത്തേത് ഈ യൂനിസിന്റെ കാര്യം നേരത്തെ തന്നെ അറിയാമായിരുന്നു. ട്രംപ് അധികാരത്തിലെത്തിയ യൂനിസ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഓടിച്ചിട്ട് പണിയും എന്നുള്ള കാര്യം 100% ഉറപ്പായിരുന്നു. അതുപോലെ തന്നെ ബ്രിട്ടനിലെ ഭരണകക്ഷികൾ, പാർട്ടികൾ, കാരണം അവരെല്ലാം പരസ്യമായിട്ട് ട്രംപിനെതിരെ വലിയ ആരോപണം ഉന്നയിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിന് പ്രചരണം നടത്തിയവരാണ്. ഒപ്പം തന്നെ ജസ്റ്റിൻ ട്രൂഡോയുടെ പണി അതടക്കം തീർന്നു. അപ്പം ഇങ്ങനെയൊക്കെ അദ്ദേഹം നോട്ടമിട്ട് വെച്ചിരിക്കുന്ന കുറെ അധികം പേരുണ്ട്. കാരണം അദ്ദേഹത്തെ തകർക്കാൻ വേണ്ടി പരസ്യമായി കളത്തിലിറങ്ങിയത്. അവരെ ഒന്നൊന്നായി അദ്ദേഹം തീർക്കുമെന്നുള്ള കാര്യം തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോ ഈ മോണിക്ക യൂനിസിനെ കൂട്ടുന്നതോട് കൂടി തന്നെ ഈ യൂനിസിനെ ഈ അന്താരാഷ്ട്ര രംഗത്തും ഒപ്പം തന്നെ ബംഗ്ലാദേശിലും യൂനിസ് ആളത്ര ക്ലിയർ അല്ല എന്നൊരു പിക്ചർ നൽകാനായിട്ട്
ഈ ഒരു സംഭവത്തോടെ കഴിഞ്ഞിട്ടുണ്ട്. കാരണം യൂനസിനെ ഉം. ബംഗ്ലാദേശിലെ ഈ മതമൗലികവാദികളും ഭീകരന്മാരുമൊക്കെ ഒരു ഇടക്കാല സർക്കാരിന് തലവനായിട്ട് വെച്ചിരിക്കുന്നത് അന്താരാഷ്ട്ര സമൂഹത്തിൽ യൂനസ് എന്ന് പറയുന്ന ഒരു മുഖം, അദ്ദേഹം ഒരു ജേതാവാണ് എന്നുള്ള ഒരു മുഖം കാണിക്കുമെന്നതിന് വേണ്ടിയിട്ട് മാത്രമാണ്. പക്ഷേ ഇവിടെ ഈ ഒരു സംഭവത്തോടു കൂടി ബംഗ്ലാദേശിനകത്ത് തന്നെ ഒരു വലിയ ചർച്ച ഉയർന്നു വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, അമേരിക്ക നിങ്ങളെ സഹായിക്കില്ല എന്നൊരു വ്യക്തമായ സന്ദേശം കൊടുക്കാൻ ഇതുമൂലം കഴിയുന്നുണ്ട്. ഉം. കാരണം അമേരിക്കയുടെ ഒരു ഹെൽപ്പ് കിട്ടുമായിരിക്കും എന്ന് പ്രതീക്ഷിച്ചിരുന്നവർക്കൊക്കെ ട്രംപിന്റെ വിജയം ഒരു ദുഃഖമാണ് സമ്മാനിച്ചത്. നമുക്കറിയാം, ഒരിക്കൽ കൂടി അവിടെ ബൈഡന്റെ പാർട്ടി ജയിച്ചിരുന്നു എങ്കിൽ ബംഗ്ലാദേശിന്റെ കഥ മറ്റൊന്നായി മാറിയത്. ബംഗ്ലാദേശ് പൂണ്ടു വിളയാടിയാണ്. പക്ഷെ അവിടെ അത് സംഭവിച്ചില്ല. പകരം യൂനസിനെ മാത്രമല്ല, ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളോട് ഒരു ശത്രുതാ മനോഭാവം പുലർത്തുന്ന ഒരാളാണ് ട്രംപ്. ഉം. ട്രംപ് അങ്ങനെ ശത്രുതാ മനോഭാവം പുലർത്തുന്നത് നമ്മളോടുള്ള, ഹിന്ദുക്കളോടുള്ളതോ ഇല്ലെങ്കിൽ ഇന്ത്യയോടുള്ളതോ അകമഴിഞ്ഞ പ്രണയം കൊണ്ടോ സ്നേഹം കൊണ്ടോ അല്ല. ഇന്ത്യയെ മാക്സിമം കൂടെ നിർത്തിക്കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ട് മാത്രമാണ് ട്രംപ് ഈ കാര്യത്തിൽ ഒരു ഉറച്ച നിലപാടെടുക്കുന്നത്. അത് അതെ. മാത്രമല്ല, ഒരു വലതുപക്ഷ രാഷ്ട്രീയം ലോകത്തെമ്പാടും ഉരുത്തിരിഞ്ഞു വരുന്നുണ്ട്. അമേരിക്കയിലെ വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ചുക്കാൻ പിടിക്കുന്നത് ഡൊണാൾഡ് ട്രംപ് ആണ് എന്ന് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല. ഒരർത്ഥത്തിൽ നോക്കുമ്പോൾ ലോകത്തെമ്പാടും, അതിപ്പോൾ റഷ്യയിലായാലും ഇന്ത്യയിലായാലും ഇറ്റലിയിലായാലും ഒക്കെ നമ്മൾ കാണുന്ന ഒരു വലതുപക്ഷ രാഷ്ട്രീയം ശക്തമാകുന്നു എന്നുള്ളത് തന്നെയാണ്. അവിടെയാണ് ഈ ബംഗ്ലാദേശ് പെട്ടുപോകുന്നത്, പാകിസ്ഥാൻ പെട്ടുപോകുന്നത്, അങ്ങനെ പിന്തിരിപ്പന്മാരായ രാജ്യങ്ങൾ പെട്ടുപോകുന്നത്, കാനഡയിലെ ട്രൂഡോയ്ക്ക് രാജിവെക്കേണ്ടി വരുന്നതൊക്കെ ഈ വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ഒരു ശക്തമായി ഉള്ളത് കൊണ്ടാണ്. ഇപ്പോൾ ഈ മോണിക്ക യൂനുസിനെതിരെയുള്ള കേസിൽ ഒരു വിട്ടുവീഴ്ച ചെയ്യാൻ ട്രംപ് തയ്യാറായില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അതിന് കാരണം യൂനസിനോടുള്ള വിരോധം മാത്രമല്ല, പകരം അവരുടെ ഫൗണ്ടേഷനോടുള്ള, അതായത് ക്ലിന്റൺ ഫൗണ്ടേഷനോടുള്ള ആ ഒരു എതിർപ്പ്. രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഈ കേസ് സ്ട്രോങ് ആകുമെന്ന് നമ്മൾ പറയാനുള്ള ഒരു കാരണം. അപ്പോ ഇത് വളരെ ശക്തമായി പോകും. ഇതൊരു സൂചന ബംഗ്ലാദേശിൽ നൽകുകയാണ്. ഇത് ഒരു സൂചന യൂനസിന് നൽകുകയാണ്. മകള് അകത്തേക്ക് പോകുന്നു, ഇല്ലെ മകൾ കേസിൽ കുരുങ്ങിയിരിക്കുന്നു. നിങ്ങൾ ഇക്കാലം അത്രയും സഹായിച്ചുകൊണ്ടിരുന്നത് ആരെയാണ്? ഹിലരി ക്ലിന്റണിനെ ഉൾപ്പെടെ സഹായിച്ചുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ ഈ ട്രംപ് ഇപ്പോൾ ചെയ്യുന്നതെല്ലാം അവിടെ നടക്കുന്ന ഈ ജിഹാദി പ്രവർത്തനങ്ങളുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് ഇതെല്ലാം കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ഈ രാജ്യത്തെ തുരങ്കം വെക്കുകയായിരുന്നു. കൃത്യമായൊരു സന്ദേശം കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു. അമേരിക്ക ഈ സന്ദേശം കൊടുക്കുന്നതിലൂടെ വ്യക്തമാക്കുന്നത്, കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തൊരു വിഷയമുണ്ട്. GCC രാജ്യങ്ങളിലേക്ക് യൂനസ് പോകുന്നു, അവരുടെ പിന്തുണ സ്വീകരിക്കാൻ പോകുന്നു, അവർ പിന്തുണയ്ക്ക് വന്നു. അമേരിക്ക ഇത് ചെയ്യുന്നതോടുകൂടി തന്നെ ഇനി അറിഞ്ഞോ അറിയാതെയോ ബംഗ്ലാദേശിന് ആരെങ്കിലും എന്തെങ്കിലും സഹായം നൽകാൻ തയ്യാറെടുക്കുന്നുണ്ടെങ്കിൽ അവിടെ അത് സ്റ്റോപ്പ് ചെയ്യുകയാണ്. ഈ ഒറ്റ സന്ദേശത്തിലൂടെ ഗൾഫ് രാഷ്ട്രങ്ങൾ എന്തായാലും ഇനി ഒരു കമാന്നൊരു അക്ഷരം ഇതിൽ മിണ്ടില്ല. കാരണം അതിനൊരു സൂചനയാണ് ട്രംപ് നൽകിയിരിക്കുന്നത്. പിന്നെ ഇനിയിപ്പോ പാകിസ്ഥാൻ മിണ്ടാൻ സാധ്യതകളും വളരെ കുറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. കാരണം അമേരിക്കയുടെ കണ്ണിലെ കരടാകാൻ പാകിസ്ഥാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോ അവരും ഇനി വലിയ ഡയലോഗ് കാര്യങ്ങളുമായി മുമ്പോട്ട് പോയില്ല. അക്ഷരാർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ യൂനസ് ഒറ്റപ്പെടുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. യൂനസിനെ സംബന്ധിച്ച് ചൈനയുമായിട്ട് ഒരു ടൈഅപ്പിന് പോവുക വളരെ പ്രയാസകരമായ കാര്യമാണ്. കാരണം ചൈന ശ്രീലങ്കയല്ല ചൈന ബംഗ്ലാദേശ്. രംഗത്തെത്തിയിട്ടുണ്ട്. ബംഗ്ലാദേശിൽ നമ്മൾ നിക്ഷേപിക്കാമെന്ന് പറഞ്ഞ് ചൈന വന്നിട്ടുണ്ട് കേട്ടോ. പക്ഷെ അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, ശ്രീലങ്ക പോലെയല്ല ചൈനയെ സംബന്ധിച്ച് ബംഗ്ലാദേശ്. കാരണം അത് ബംഗ്ലാദേശികൾക്ക് നന്നായി അറിയാം. ചൈന അവിടെ കയറി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നറിയാം. ഈ അരക്കൻ ആർമി ബംഗ്ലാദേശിന്റെ പകുതിയും കൊണ്ട് പോകും. കാരണം ഇപ്പൊ തന്നെ ഈ മ്യാൻമാറിലുള്ള ഗ്രൂപ്പുകളോട് ചൈനയ്ക്ക് വിരോധമേ ഇല്ല, ഭരിക്കുന്നവരോട് വിരോധമില്ല, അരക്കൻ ആർമിയോട് വിരോധമില്ല. അവിടെ പ്രവർത്തിക്കുന്ന 6ഓളം ഗ്രൂപ്പുകളുണ്ട്, അവരോട് ആരോടും ചൈനയ്ക്ക് വിരോധമില്ല. കാരണം എന്ന് വെച്ചാൽ ഇവരെല്ലാം ഒന്നാണ്. അവരുടെ ഈ ജിയോ പൊളിറ്റിക്കൽ ആയിട്ടായാലും മതപരമായാലും ഒക്കെ ഒന്നാണ്. ഇവരോട് ആരോടും ചൈനയ്ക്ക് വിരോധമില്ല. ചൈന ബംഗ്ലാദേശിലേക്ക് നിക്ഷേപം ഇറക്കി തുടങ്ങുമ്പോൾ സംഭവിക്കാൻ പോകുന്നത്, ഈ അരക്കൻ ആർമി വളരെ ഈസി ആയിട്ട് കുറച്ചുകൂടെ വിശാല മ്യാൻമാർ രൂപീകരിക്കും. കാരണം അവർക്ക് കുറച്ചുകൂടി, ഇത് ബംഗ്ലാദേശ് ഭയക്കുന്നുണ്ട് ഈ കാര്യം. കാരണം ചൈന അനങ്ങത്തില്ല ബംഗ്ലാദേശ് ഈ മ്യാൻമാർ കയറി വന്നു കഴിഞ്ഞു. കാരണം അങ്ങനെ കയറി വന്നതുകൊണ്ട് എന്താണ് ചൈനയ്ക്ക് പ്രയോജനം എന്ന് ചോദിച്ചാൽ, ചൈനയുടെ ഒരു വലിയ തലവേദന തീരും. കാരണം ഈ അരക്കൻ ആർമിക്ക് ഒരു പ്രദേശം കൊടുക്കുന്നു, ഈ ചുണ്ടകൾക്ക് വേറൊരു പ്രദേശം കൂടെ കൊടുത്തു കഴിഞ്ഞ് പ്രശ്നം സോൾവ് ആകും. പിന്നെ അവിടെ ഇവിടെയുള്ള കുറെ പഞ്ചായത്തിലൊക്കെ മറ്റു ഗ്രൂപ്പുകൾക്ക് വിധിച്ചു കൊടുത്തു സേഫായി അവർക്ക് ചൈനയ്ക്ക് എന്നും അഭിമാനിക്കാം. അത് തന്നെയല്ല, അവരുടെ ആളുകളെ തന്നെ എല്ലായിടത്തും അവർക്ക് റീപ്ലേസ് ചെയ്ത് റെഡിയാക്കി കൊടുക്കാനും പറ്റുന്നുണ്ട്. അതാണ് ഒന്നാമത് സംഭവിക്കാൻ പോകുന്നത്. രണ്ടാമത്, ബംഗ്ലാദേശ് ഒരിക്കലും തിരിച്ച് കരകയറില്ല എന്ന്. കാരണം പാകിസ്ഥാനിൽ പോലും അവർക്ക് അതിജീവിക്കാൻ പറ്റുന്നില്ല. പാകിസ്ഥാനെ പോലെ ഒരു വലിയ രാജ്യം അവർക്ക് അതിജീവിക്കാൻ പറ്റാത്തടത്ത് ബംഗ്ലാദേശിൽ എന്താണ് സംഭവിക്കുക എന്ന് പറയാൻ കഴിയില്ല. ഇതെല്ലാം അവരെ ഭയപ്പെടുത്തുന്നതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്.
അതുകൊണ്ട് അത് ഈ നിക്ഷേപങ്ങൾ ബംഗ്ലാദേശ് സ്വീകരിക്കുമോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. എനിക്ക് തോന്നുന്നത് അത്രയ്ക്കൊന്നും പോകില്ല. ചൈനയുടെ ഈ സ്റ്റേറ്റ്മെന്റിന് തൊട്ടു പിന്നാലെ സംഭവിക്കാൻ പോകുന്നത് ബംഗ്ലാദേശിൽ ഒരുപക്ഷെ ഒരു അട്ടിമറി ആകാം. ഒരുപക്ഷെ ഒരു മിലിറ്ററി അട്ടിമറിയിലേക്ക് ബംഗ്ലാദേശ് നീങ്ങും. കാരണം അത് ട്രംപും മോദിയും എല്ലാം കൂടെ ചേർന്ന്, കാരണം ചൈനയ്ക്ക് ഇനി അവിടെ ഒരു ചാൻസ് കൂടെ കൊടുക്കാൻ കഴിയില്ല. ഒന്ന്, കാരണം ട്രംപിന്റെയും ആഗ്രഹം ചൈനയെ മുമ്പോട്ട് കൊണ്ടുപോകാൻ താല്പര്യപ്പെടുന്നില്ല അദ്ദേഹം. കാരണം ഇപ്പൊ തന്നെ ഇവർ തമ്മിലുള്ള ഉടക്ക് തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു, ചൈനയും അമേരിക്കയും തമ്മിലുള്ള. അതുകൊണ്ട് സ്വാഭാവികമായി ബംഗ്ലാദേശിൽ അധികം വൈകാതെ പട്ടാള അട്ടിമറി നടക്കും എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. ആ രീതിയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. യുഎസ് എന്തായാലും നാട് വിടുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അത് എങ്ങോട്ടേക്കാണ് എന്നുള്ളത് അറിയില്ല. ഏതായാലും അമേരിക്കയ്ക്കല്ല അദ്ദേഹം പോകുന്നത്. ഒരുപക്ഷെ ബ്രിട്ടനിലോ മറ്റോ അദ്ദേഹം രാഷ്ട്രീയ അഭയം തേടാൻ, ഇപ്പൊ രാഷ്ട്രീയ അഭയം എന്നല്ലല്ലോ ഇത് പറയുന്നത്, അസുഖങ്ങൾ ചികിത്സിക്കാൻ പോകുന്നു എന്നാണ് പറഞ്ഞുകൊണ്ട് പോകുന്നത്. രാഷ്ട്രീയ അഭയം എന്ന് പറയാറില്ല. കാരണം ആ പുതിയൊരു ട്രെൻഡ് അതാണ്. കാരണം അതാകുമ്പോഴത്തേനും ഈ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായി ഏറെക്കാലം അവിടെ ചെലവഴിക്കാൻ കഴിയും. അപ്പോൾ ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. കാരണം യുനെസ്കോ ഒക്കെ ആയ കാലത്ത് നല്ല രീതിയിൽ ഫണ്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത്ര അവിടുത്തെ അനുമതി ഏജൻസികൾ. ഏതായാലും കാര്യങ്ങളുടെ കൈവിട്ട ഒരു പോക്കാണ്. അതായത് ഇനിയിപ്പം ക്ലൈമാക്സിന് അധികം സമയമൊന്നും കാത്തിരിക്കേണ്ടി വരില്ല. ബംഗ്ലാദേശിന്റെ ക്ലൈമാക്സ് അടുത്തിരിക്കുന്നു. ഒരു മാസത്തിനുള്ളിൽ അതിന്റെ ഒരു തലവിധി നിർണ്ണയിക്കപ്പെടുക തന്നെ ചെയ്യും. എന്തായാലും ബംഗ്ലാദേശിന് വലിയൊരു തിരിച്ചടി തന്നെയാണ് കിട്ടിയിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം മോണിക്ക യൂനിസിന്റെ പ്രിയ പുത്രിക്ക് നേരെയാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് തിരിഞ്ഞിരിക്കുന്നത്. ഈ മോണിക്ക യൂനിസിനെതിരെ ഡൊണാൾഡ് ട്രംപ് തിരിയുമ്പോൾ അതിനെ യൂനിസ് എങ്ങനെ കാണും എന്നുള്ളൊരു ചോദ്യം ഉണ്ട് യൂനിസിനോട്. അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഡീപ് സ്റ്റേറ്റ് നേരത്തെ പറഞ്ഞത് ട്രംപ് വരാൻ പോവുകയാണ്, എല്ലാം പെട്ടിയും കിടക്കുകയും എല്ലാം എടുത്തുകൊണ്ട് നേരെ ഫ്രാൻസിലേക്ക് പൊക്കോ എന്നാണ് പറഞ്ഞത്. പക്ഷെ അവിടെയുള്ള വിദ്യാർത്ഥികളുടെ പ്രക്ഷോഭം ഇപ്പോഴും നടക്കുന്നുണ്ട്. അവര് വിടുന്നില്ല എന്നുള്ളതാണ്. കാരണം ഇതുപോലൊരു അടിമക്കണ്ണിനെ കിട്ടില്ല എന്നുള്ളത് കൊണ്ടായിരിക്കാം. മറ്റ് ലീഡേഴ്സ് ആണെങ്കിൽ എന്തെങ്കിലുമൊക്കെ തിരിച്ചു പറയും. BNPയുടെ ലീഡറൊക്കെ ഭരണഘടന മാറ്റണമെന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ കട്ടയ്ക്ക് പറഞ്ഞു, ഇല്ല അതൊന്നും പറ്റത്തില്ല, എന്തെങ്കിലും തിരുത്തുകൾ ഉണ്ടെങ്കിൽ ചെയ്യാം, മാറ്റാനൊന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞു. അവർ യഥാർത്ഥത്തിൽ വിദ്യാർത്ഥി ലീഗിന്റെ കൂടെ നിൽക്കുന്ന ആൾക്കാരാണ്. എന്നിട്ട് അങ്ങനെ ഇസ്ലാമൈസേഷൻ അവർ സമ്മതിക്കില്ല എന്നുള്ളതാണ്. പക്ഷെ യൂനസ് അങ്ങനെയല്ല. മുഴുവനായിട്ട് യൂനസ് മുട്ടുകുത്തി നിന്ന് അവരുടെ ശിരസ വണങ്ങും എന്നുള്ളതാണ് യൂനസിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. എന്തായാലും ട്രംപ് തുടങ്ങിക്കഴിഞ്ഞു. ഇന്ത്യ ഒരു ഉഭയകക്ഷി ചർച്ച മാത്രമേ നടത്തിയുള്ളൂ. അപ്പോഴേക്കും ട്രംപ് കാര്യങ്ങളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു, നീക്കിക്കഴിഞ്ഞു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നൽകാനും സാധിക്കും. താങ്ക് യു ചേട്ടാ, താങ്ക് യു സോ മച്ച്.